നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും അതോടൊപ്പം തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി ഐസ് ഫേഷ്യലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത് മാത്രമല്ല ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതുപോലുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. Hello guys, welcome back to my YouTube channel Sadhara7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഐസ് പാക്ക് വെച്ചിട്ടുള്ള നമുക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള നമുക്കൊരു ഫേസ് പാക്ക് പോലത്തെ ഒരു സാധനമാണ്. ഇത് നമുക്ക് ഇന്ന് രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിനും പിമ്പിൾസിൻ്റെ മാർക്ക് കുറയ്ക്കുന്നതിനും നമ്മുടെ യുവത്വം നിലനിർത്തുന്നതിനും ഒക്കെ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. നോർമലായിട്ട് രീതിയിൽ ഒരു ഐസ് ക്യൂബ്സ് ഫേസിൽ അപ്ലൈ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. യുവത്വം നിലനിർത്തുന്നു പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം അത് എഫക്റ്റീവ് ഒന്നും അല്ല. നമുക്ക് യൂസ് ചെയ്യാം, നല്ലൊരു ബെറ്റർ എഫക്റ്റ് കിട്ടുമെന്നുള്ളതല്ലാതെ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എല്ലാ ദിവസവും വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രീസറിൽ വെക്കുക, എല്ലാ ദിവസവും ഓരോ കട്ട വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. പക്ഷേ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്നൊരു സാധനമാണ്. ഇതുപോലത്തെ വേറൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താല്പര്യം ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഷടപടയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെളുത്ത് കയറും എന്ന് വിചാരിക്കരുത്. ഇത് വെളുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതൊരു ഐസ് ക്യൂബ് ഫേഷ്യലാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെയുള്ള ഫേഷ്യൽസായാലും എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് അതിൽ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇടും, പക്ഷെ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. എന്തെങ്കിലും ഒരു വീഡിയോ, ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ വീഡിയോ അങ്ങ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്, പൊട്ടാറ്റോ. അത് നമ്മൾ ചെറിയ പീസാക്കി നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മൾ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണോ മിക്സിയിലിട്ട് അടിക്കാവുന്നതാണ്. കുറച്ച് തരി പോലെ കിടക്കും, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വിടും. ഇപ്പം തന്നെ അതിൽ ചെറിയ കട്ടകളുണ്ട്. നമ്മളിതിനെ അരിച്ചെടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെ മിക്സിയിലിട്ട് അടിച്ച് അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അരിച്ചെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമായിട്ടിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് തരിതരി പോലെ ഇരുന്നാൽ മാത്രമേ നമുക്കൊരു ഫേഷ്യലിൻ്റെ രൂപത്തിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ തരിതരി രൂപത്തിലാക്കി എടുക്കാൻ നോക്കുക. അല്ലാതെ മിക്സിയിലിട്ട് ജസ്റ്റ് അടിച്ചെടുക്കുക മാത്രം ചെയ്യാതെ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ നോക്കുക. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി ചേർക്കാൻ പോകുന്ന അരിപ്പൊടിയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സിൻ്റെ പൗഡറോ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് പൊട്ടാറ്റോ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പൊട്ടാറ്റോ ആണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിൽ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഫ്ലാക്സ് സീഡിൻ്റെ പൊടിയാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ പൊടി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ പൊടിയായിട്ടുള്ള ഫ്ലാക്സ് സീഡിൻ്റെ സീഡായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ യൂസ് ചെയ്തിട്ട് ബാക്കി മിച്ചം വന്നപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ടൊമാറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാക്ക് ഇത്രയാണ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. പക്ഷേ നമുക്ക്
കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ പാക്ക് മാത്രം എടുത്ത് വെച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കര റിസൾട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മളിനി ഇതിൽ നമ്മുടെ ഐസിങ് ട്രേയിലേക്ക് ഇത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയൊക്കെ ഫ്രീസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നന്നായിട്ട് ഫ്രീസായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴാണോ ഇത് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുക്കാൻ പാടുള്ളൂ. ഇതില്ല നിങ്ങൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അരിഞ്ഞു പോകും. നമ്മുടെ ഐസ് ക്യൂബ്സ് പോലെയല്ല, ഐസ് ക്യൂബ്സ് അങ്ങ് തണുത്തിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അതുപോലെയല്ല ഇതെന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങ് അലിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടുന്ന ടൈം ആ ഒരു സമയത്ത് മാത്രമേ ഫേസ് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. മൊത്തം 5 എണ്ണം ഉണ്ട്. ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ഇത് ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ട് ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഫേസിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചെടുത്ത് വെച്ച സമയത്ത് അത് കുറച്ച് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു തരിത്തിരി പോലെ ചെറിയ കട്ടയായിട്ടല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കട്ടയായിട്ട് അപ്ലൈ ചെയ്യുന്ന കൈ നന്നായിട്ട് തണുത്തിരിക്കുക. അപ്പോൾ കുറച്ച് നിങ്ങൾ എടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പം പ്രത്യേകം കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വെളിയിലെടുക്കാവൂ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അതിനെ എടുത്ത് കോരിയാണ് തേക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു കട്ടയുടെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളത് അത് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. എല്ലാ ദിവസവും രാവിലെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇറിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാസ്ട്രസ് ചെയ്യേണ്ടതാണ് മസ്റ്റായിട്ട്. എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു 4-5 ദിവസം ബേക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇത്ര മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. 2-3 മിനിറ്റ് മാത്രമേ സ്കിന്നിൽ ഇത് റബ്ബ് ചെയ്ത് കൊടുക്കാവൂ. അതിലുപരി ഇന്ന് റബ്ബ് ചെയ്യാൻ പാടില്ല. എങ്കിൽ സ്കിന്നിന് ഇറിറ്റേഷൻസോ റെഡ്നെസ്സോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള, സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാസ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു 10-15 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ സംഭവം ചെയ്യാനുള്ളൂ. കാരണം ഫേസിൽ നമ്മൾ ഈ ഐസ് ക്യൂബ്സ് വെച്ച് ചെയ്യുന്ന ചില കുട്ടികൾക്കാണെങ്കിൽ ജലദോഷമൊക്കെ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 10-15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് എനിക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഏജ് ലിമിറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാനിതിന് റിപ്ലൈ തരുന്നതുമായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഒരു പാക്കല്ലേ. വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.